ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ മൾട്ടിപ്ലിസിറ്റി ഓഫ് എ സീറോ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്നു. അതുമായി ബേസ് ചെയ്തിട്ടൊരു തിയറം നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു. തിയറം എന്താ പറഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിലൊരു പോളിനോമിയലാണ് സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ്. ഓക്കെ, and this f of x is irreducible over f. Then all the zeros of this polynomial has same multiplicity. All the zeros of f of x in f closure has the same multiplicity. Okay, that result we proved in our last video. Now we are going to discuss about another one corollary for that theorem. What about that corollary? Corollary പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ f of x is, if f of x is irreducible over f, if f of x is irreducible over f, then f of x has a factorization. F of x has a factorization in f closure of x of the form f of x is equal to a into product over I x minus alpha I raised to v. Okay, this type of factorization is possible for f of x in f closure of x. Okay, here alpha I are the distinct zeros of f of x in f closure. Okay, also a belongs to f. So this is one corollary for the previous theorem. Corollary says that if f of x is an irreducible polynomial over f, then f of x has a factorization like this. In this factorization, alpha I are the distinct zeros of this polynomial f of x in f closure. This type of factorization is possible in f closure of x. എഫ് ഓഫ് എക്സ് ഇറഡ്യൂസിബിൾ ഓവർ എഫ് ആണ്. അപ്പോൾ ഇറഡ്യൂസിബിൾ ഓവർ എഫ് ആണെങ്കിൽ നമുക്കറിയാം ഇറഡ്യൂസിബിൾ പോളിനോമിയലിന്റെ ഡെഫിനിഷൻ പ്രകാരം അതിനെക്കാട്ടിലും കുറവ് ഡിഗ്രി വരുന്ന രണ്ട് പോളിനോമിയലുകളുടെ പ്രോഡക്റ്റ് ആക്കിയിട്ട് ക്യാപിറ്റൽ ലെറ്റർ എഫ് ഓഫ് എക്സിൽ എഴുതാൻ പറ്റില്ല, ഇറഡ്യൂസിബിൾ ഓവർ എഫ് ആയതുകൊണ്ട്. കിട്ടിയോ? അപ്പൊ ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കണം, എഫ് ഓഫ് എക്സ് ഹാസ് എ ഫാക്ടറൈസേഷൻ ഇൻ എഫ് ക്ലോഷർ ഓഫ് എക്സ് ആണ്, ഓഫ് ദി ഫോം ദിസ്. ആൽഫ എന്ന് പറയുന്നത് എന്താ? ആൽഫ ഐസ് ആർ ഡിസ്റ്റിൻറ്റ് സീറോസ് ഓഫ് ദിസ് പോളിനോമിയൽ ഇൻ എഫ് ക്ലോഷർ അല്ലെ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിന്റെ സീറോസ് ഒക്കെ എവിടെ കിടക്കുക? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിലൊരു പോളിനോമിയൽ ആണെങ്കിൽ all the zeros of that polynomial belongs to f closure. Okay, so this type of factorization is possible in f closure of x. Okay, so വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റിസൾട്ട് ആണിത്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ ഓവർ എഫ് ആണ്. സോ എഫ് ഓഫ് എക്സിന് നമുക്ക് വേണമെങ്കിൽ സം എ നോട്ട് എക്സ് റേസ് ടു എൻ പ്ലസ് a1 x plus etc plus a naught എന്ന് എഴുതാം. എ ഐസ് എവിടുത്തെ എലമെന്റ് ആണ്? എ ഐ ബിലോങ്സ് ടു എഫ്. ഓക്കെ, ദിസ് പോളിനോമിയൽ ഈസ് ഇറഡ്യൂസിബിൾ ഓവർ എഫ്. കിട്ടോ? അപ്പൊ തൊട്ട് മുൻപ് പ്രൂവ് ചെയ്ത് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ള റിസൾട്ട് വെച്ചിട്ട് ഓൾ ദി സീറോസ് ഓഫ് ആൻ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഹാവ് ദി സെയിം മൾട്ടിപ്ലിസിറ്റി എന്ന് പ്രൂവ് ചെയ്തിരുന്നു. അപ്പൊ എഫ് ഓഫ് എക്സിന്റെ ഒരു സീറോ ആണ്. അപ്പൊ എഫ് ഓഫ് എക്സിന് ആൽഫ 1, ആൽഫ 2, ആൽഫ 3 എക്സെട്ര അങ്ങനെയുള്ള സീറോസ് വരണ്ടെന്ന് വിചാരിക്കുക. എഫ് ഓഫ് എക്സിന് ഇപ്പൊ nth ഡിഗ്രി ഞാനിവിടെ ഫിക്സ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇപ്പൊ ആൽഫ 1, ആൽഫ 2 എക്സെട്ര ആൽഫ ആർ എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ഓഫ് എഫ് ഓഫ് എക്സ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് നിങ്ങൾക്കറിയാം എ നോട്ട്, ഇവിടെ എ എൻ സോറി എ എൻ എക്സ് റേസ് ടു എൻ.
അപ്പോൾ ഇവിടെ an നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതൊരു nth ഡിഗ്രി പോളിനോമിയലാണ്. nth ഡിഗ്രി പോളിനോമിയലിന് അറ്റ്മോസ്റ്റ് n സീറോസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ ഓരോ സീറോയിന്റെയും മൾട്ടിപ്ലിസിറ്റി, ഇതൊരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓവർ എഫ് ആണ്. സോ ഓൾ ദി സീറോസ് ഹാവിംഗ് ദി സെയിം മൾട്ടിപ്ലിസിറ്റി. സോ യു ജസ്റ്റ് ടേക്ക് ദി മൾട്ടിപ്ലിസിറ്റി ഓഫ് ദി സീറോസ് ആസ് വി. ഓക്കെ, അപ്പൊ ഇതിന്റെ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 2 ആണെങ്കിൽ ബാക്കി എല്ലാ സീറോസിന്റെയും മൾട്ടിപ്ലിസിറ്റി 2 ആയിരിക്കും. കിട്ടിയോ? അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്? ഡിഗ്രി എന്ന് പറയുന്നത് n ആണ്. ഇവിടെ n നോട്ട് ഈക്വൽ ടു 0 ഡിഗ്രി n ആണ് അല്ലേ? അപ്പൊ ഇവിടെ എത്ര ഈ സീറോസിന്റെ മൾട്ടിപ്ലിസിറ്റിയും സീറോസിന്റെ എണ്ണമൊക്കെ ആയിട്ട് ആൽഫ 1 എന്ന് പറയുന്ന ഒരു സീറോ ആണ്, ആൽഫ 2 എന്ന് പറയുന്ന ഒരു സീറോ ആണ്, ആൽഫ ആർ എന്ന് പറയുന്ന 6 ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ഉണ്ട്. ഈ ഹാവിംഗ് മൾട്ടിപ്ലിസിറ്റി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ആൽഫ 1 എന്ന് പറയുന്ന സീറോ എത്ര പ്രാവശ്യം വരുന്നുണ്ട്? വി പ്രാവശ്യം. ആൽഫ 2 എന്ന് പറയുന്ന സീറോ വി പ്രാവശ്യം. അപ്പൊ എത്ര സീറോസ് വരും? ആൽഫ ആർ എന്ന് പറയുന്ന സീറോ വി പ്രാവശ്യം വരുന്നുണ്ട്. അപ്പൊ 6 ഇൻറ്റു വി അല്ലെ? അതെന്താന്ന് പറഞ്ഞിട്ടുണ്ട്, അതാണ് ഡിഗ്രി n എന്ന് പറയുന്നത്. കിട്ടിയോ? അപ്പൊ നമുക്ക് ഇവിടെ നോക്കാൻ പോകുന്നത് ഇതൊന്നല്ല. നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ ആർ എന്ന് പറയുന്ന ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ഓഫ് ദിസ് പോളിനോമിയലാന്ന് വിചാരിക്കുക. അപ്പൊ ആൽഫ 1 എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിന്റെ ഒരു സീറോ ആണ് ഇൻ എഫ് ക്ലോഷർ എങ്കിൽ എക്സ് മൈനസ് ആൽഫ 1 ഈസ് എ ഫാക്ടർ ഓഫ് ദിസ് പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഇൻ എഫ് ക്ലോഷർ ഓഫ് എക്സ്. എഫ് ക്ലോഷറിലാണ് കേട്ടോ അത് പോസിബിൾ ആയിട്ട് വരുന്നത്, കാരണം ഇത് ഇറഡ്യൂസിബിൾ ഓവർ എഫ് ആണ്. അപ്പൊ എക്സ് മൈനസ് ആൽഫ 1 എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്. ആൽഫ 1ന്റെ മൾട്ടിപ്ലിസിറ്റി വി ആണ്. സോ വി ഇസ് ദി greatest positive integer such that x minus alpha 1 raised to v is a factor of f of x. Similarly, alpha 2 is a zero of this polynomial. So, x minus alpha 2 is a factor. The multiplicity of alpha 2 is also equal to v. Okay. So, we can write f of x as, suppose you just ഇത് മോണിക് പോളിനോമിയൽ ആകുമ്പോഴാണ് എക്സ് മൈനസ് ആൽഫ ആണ് അങ്ങനെ വരുന്നത്. നോക്കൂ, അപ്പൊ ഇവിടെ ഒരു കോഎഫിഷ്യന്റ് പറയുന്നുണ്ട് അല്ലെ, എ എന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെങ്ങനെ ചെയ്താൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എൻ പുറത്തോട്ട് എടുക്കുക, എക്സ് റേസ് ടു എൻ പ്ലസ് എ 1 ബൈ എ എൻ അല്ലെ, എക്സ് റേസ് ടു എൻ മൈനസ് 1 അല്ലെ, അങ്ങനെ എഴുതുന്നു. കിട്ടിയ? അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ എൻ ഇൻറ്റു സം ജി ഓഫ് എക്സ് എന്ന് എഴുതാം. എഫ് ഓഫ് എക്സ് ഇറഡ്യൂസിബിൾ ഓവർ എഫ് ആണ്. സോ ജി ഓഫ് എക്സ് ഇസ് ഓൾസോ ഇറഡ്യൂസിബിൾ ഓവർ എഫ് ആണ്. എഫ് ഓഫ് എക്സിന്റെ സീറോസ് ആണ് ആരൊക്കെ? ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ ആർ എന്ന് പറയുന്ന ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് എഫ് ഓഫ് എക്സിന്റെ സീറോസ് ആണ്. സോ ജി ഓഫ് എക്സിന്റെയും സീറോസ് ആയിരിക്കും. ജി ഓഫ് എക്സ് ഇറഡ്യൂസിബിൾ ഓവർ എഫ് ആണ്. അപ്പൊ ഈ സീറോസിന്റെ മൾട്ടിപ്ലിസിറ്റി എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? സം എ എൻ ഇൻറ്റു എക്സ് മൈനസ് ആൽഫ 1 റേസ് ടു വി എക്സ് മൈനസ് ആൽഫ 2. ഇതൊരു മോണിക് പോളിനോമിയൽ ആയിരിക്കും ജി ഓഫ് എക്സ്, കാരണം ഇത് പുറത്തോട്ട് എടുത്തില്ലേ കോഎഫിഷ്യന്റ്. അപ്പൊ എക്സ് മൈനസ് ആൽഫ 2 റേസ് ടു വി അങ്ങനെ എഴുതാം. അപ്പൊ ഇത് ജനറലൈസ് ചെയ്ത് എന്ത് പറയാം? എ ഇൻറ്റു പ്രോഡക്റ്റ് ഓവർ ഐ എക്സ് മൈനസ് ആൽഫ ഐ റേസ് ടു വി. സോ ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഇറഡ്യൂസിബിൾ ഓവർ എഫ്, ദിസ് ടൈപ്പ് ഓഫ് ഫാക്ടറൈസേഷൻ ഇസ് പോസിബിൾ ഫോർ എഫ് ഓഫ് എക്സ് ഇൻ എഫ് ക്ലോഷർ ഓഫ് എക്സ്. Okay, now we are moving to our next theorem. The theorem is, suppose you take an extension field for f and let it be E. E is an extension of f. Also suppose E is a finite extension of f. E is a finite extension of f. Then, very important result, index of E over f divides, very important, degree of E over f. Okay, what is index of E over f? So if E is a finite extension of f, index of E over f means it is the number of distinct isomorphism from E onto a subfield of f closure leaving f fixed. Okay, so if E is a finite extension of f, index of E over f divides degree of E over f. That means degree of E over f is a multiple of index of E over f. അപ്പോൾ നോർമൽ കേസിൽ ഇൻഡെക്സ് എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിഗ്രി ആണ് വരുന്നത് അല്ലേ? ഇൻഡെക്സ് ഓഫ് E over f divides this means this is a multiple of this. Okay,
അപ്പം നമ്മൾക്ക് നേരത്തെ പഠിച്ചിട്ടുള്ള ഫോർമുല പ്രകാരം നമ്മൾ നോക്കൂ, നമ്മൾ നേരത്തെ നിങ്ങളൊരു ഫോർമുല പഠിച്ചു, ഡിഗ്രി ഫോർമുല പഠിച്ചത് ഓർമ്മയുണ്ടോ? അതായത് എഫ് ലെസ് ദൻ ഓർ ഈക്വൽ ടു ഇ ലെസ് ദൻ ഓർ ഈക്വൽ ടു കെ ആണെങ്കിൽ ഡിഗ്രി ഓഫ് കെ ഓവർ എഫ് ഇസ് ഈക്വൽ ടു ഡിഗ്രി ഓഫ്. അപ്പൊ രണ്ട് റിസൾട്ടുകളാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടി വരുന്നത്. ഡിഗ്രി ഓഫ് കെ ഓവർ എഫ് ഇസ് ഈക്വൽ ടു കെ ഓവർ ഇ ഇൻറ്റു, അതുപോലെ ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. ഇൻഡെക്സ് ഓഫ് കെ ഓവർ എഫ് എന്ന് പറയുന്നത് എന്താ? ഇൻഡെക്സ് ഓഫ് കെ ഓവർ ഇ ഇൻറ്റു ഇൻഡെക്സ് ഓഫ് ഇ ഓവർ എഫ് അല്ലേ. അപ്പൊ ഇത് രണ്ട് യൂസ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസൾട്ടാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടും കൂടെയാണ് ഇത്. ഇൻഡെക്സ് ഓഫ് ഇ ഓവർ എഫ് ഡിവൈഡ്സ് ഡിഗ്രി ഓഫ് ഇ ഓവർ എഫ്. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ, അല്ലേ, നമ്മളൊരു നേരത്തെ ഒരു റിസൾട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഏതായിരുന്നു? ഇൻഡെക്സ് ഓഫ് എഫ് ഓഫ് ആൽഫ ഓവർ എഫ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എഫ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എഫ് നോട്ട് ഈക്വൽ ടു 0 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൊരു റിസൾട്ട് ഉണ്ട്. പ്രൂവ് ചെയ്തിട്ടില്ല എങ്കിലും റിസൾട്ട് നമുക്ക് യൂസ് ചെയ്ത് പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അത് റിസൾട്ടായിട്ട് അവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇൻഡെക്സ് ഓഫ് എഫ് ഓഫ് ആൽഫ ഓവർ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ബിലോങ്സ് ടു എക്സ്റ്റൻഷൻ എഫ് ഇ ആണെന്ന് വിചാരിക്കുക. ആൽഫ ബിലോങ്സ് ടു ഇ ആൻഡ് ആൽഫ ഇസ് ഓൾജിബ്രേക്ക് ഓവർ എഫ്. ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആണെങ്കിൽ ഇൻഡെക്സ് ഓഫ് എഫ് ഓഫ് ആൽഫ ഓവർ എഫ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു, ലാസ്റ്റ് വീഡിയോന് തൊട്ട് മുൻപുള്ള വീഡിയോയിൽ ഇൻഡെക്സ് ഓഫ് എഫ് ഓഫ് ആൽഫ ഓവർ എഫ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് distinct zeros of irreducible alpha over f എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലുണ്ടാവണം ഈ റിസൾട്ട് പ്രൂവ് ചെയ്യണമെങ്കിൽ കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻഡെക്സ് ഡിവൈഡ്സ് ഡിഗ്രി എന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് എന്താ? ഇ ഇസ് എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എഫ് എന്നാണ് തന്നിട്ടുള്ളത് അല്ലെ. ഈ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആണെങ്കിൽ നമുക്ക് ഇ എങ്ങനെ എഴുതാം? ഇ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എൻ എഴുതാം. ഫോർ ഫൈനൈറ്റ് നമ്പർ ഓഫ് ആൽഫ ഇസ് ഇൻ എഫ് ക്ലോഷർ. ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എൻ എന്ന് പറയുന്നത് എഫ് ക്ലോഷറിലെ എലമെന്റ് ആണ്. കിട്ടിയോ? ഈ വി ക്യാൻ റൈറ്റ് ഇ ആസ് എഫ് ഓഫ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എൻ. ഇതും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു റിസൾട്ടാണ്. ഇഫ് ആൻഡ് ഓൾ നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ ഫോർ ആൻ ആൾജിബ്രൈക് എക്സ്റ്റൻഷൻ ടു ബി എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ. ഓക്കെ, അവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു റിസൾട്ടാണ്. സോ ഇ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എൻ. സോ we have given that E is a finite extension of F. You know that every finite extension is an algebraic extension. So this is an algebraic extension of F. That means F of alpha 1, alpha 2, etc. alpha n is an algebraic extension of F. So each alpha is algebraic over F. Okay. Also you know that F is less than or equal to F of alpha 1 less than or equal to F of alpha 1 comma alpha 2 less than or equal to F of alpha 1 alpha 2 alpha 3 etc. less than or equal to F of alpha 1 alpha 2 etc. alpha n minus 1 less than or equal to F of alpha 1 alpha 2 etc. alpha n. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് വെച്ച് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഇൻഡെക്സ് ഓഫ് ഇ ഓവർ എഫ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻഡെക്സ് ഓഫ് ഇ ഓവർ എഫ് ഡിവൈഡ്സ് ഡിഗ്രി ഓഫ് ഇ ഓവർ എഫ് എന്നാണ് അല്ലെ. അപ്പൊ ഇൻഡെക്സ് ഓഫ് ഇ ഓവർ എഫ് ഡിവൈഡ്സ് ഡിഗ്രി ഓഫ് ഇ ഓവർ എഫ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്ന ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്കറിയാം ആൽഫ ഇ എന്ന് പറയുന്ന ആള് ഇസ് എൻ ആൾജിബ്രൈക് എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആണെന്നറിയാം. ഓക്കെ, സോ ഈച്ച് ആൽഫ ഈസ് ആൾജിബ്രൈക് ഓവർ എഫ്.
each alpha is algebraic over f means each alpha. If we take alpha 1, that alpha 1 is algebraic over f. Okay, alpha 1 is algebraic over f. Okay, if we take alpha 2, that alpha 2, so alpha 1 is algebraic over f. If alpha 1 is algebraic, അതിനെക്കാട്ടിലും വലിയ ഫീൽഡുകൾ എടുത്താലും അവിടെയും എന്തായിരിക്കും algebraic over that field. So alpha 1 is algebraic over f, alpha 1 is algebraic over f of alpha 1, f of alpha 1 alpha 2 അല്ലേ? ഓവർ എഫ് ആണെങ്കിൽ അതിനെക്കാട്ടിലും വലിയ ഫീൽഡിലും എല്ലാം എന്തായിരിക്കും ഓവർ that field also, that is algebraic. Okay, so suppose you just take alpha I and you consider this field f of alpha 1 alpha 2 x general ആയിട്ട് കൺസിഡർ ചെയ്യാം കേട്ടോ. alpha I minus 1 alpha I and f of alpha 1 alpha 2 etc alpha I minus 1 അല്ലേ? അപ്പൊ ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഇതെന്ന് പറയുന്നത്, കാരണം ഒരാളും കൂടെ വന്നു ഇവിടെ. സോ ആൽഫ ഐ എന്ന് പറയുന്ന ആള് ഓൾജിബ്രേക്ക് ഓവർ എഫ് ആണ്. സോ ആൽഫ ഐ എന്ന് പറയുന്ന ആള് ഓൾജിബ്രേക്ക് ഓവർ എഫ് ഓഫ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര അല്ലേ? ആൽഫ ഐ ഓൾജിബ്രേക്ക് ഓവർ എഫ് ആണ്. ആൽഫ ഐ ഓൾജിബ്രേക്ക് ഓവർ എഫ് ഓഫ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ ഐ മൈനസ് 1 ആണെന്ന് നമുക്ക് പറയാം. കാരണം ഓൾജിബ്രേക്ക് ഓവർ എഫ് ആണെങ്കിൽ അതിനേക്കാട്ടിലും വലിയ ഫീൽഡ് ഓവർ എടുക്കുമ്പോഴും അതെന്താ ഓൾജിബ്രേക്ക് ആയിരിക്കും അല്ലേ? സോ വി ക്യാൻ കൺസിഡർ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഫോർ ദിസ് ആൽഫ ഐ ഓവർ എഫ് ഓഫ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ ഐ മൈനസ് 1. ഓക്കെ, സോ വാട്ട് ഈസ് ദി ഡിഗ്രി ഓഫ് എഫ് ഓഫ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ ഐ മൈനസ് 1 ആൽഫ ഐ ഓവർ എഫ് ഓഫ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ ഐ മൈനസ് 1. ഓക്കെ, നമുക്കറിയാം ഡിഗ്രി ഓഫ് എഫ് ഓഫ് ആൽഫ ഓവർ എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിഗ്രി ഓഫ് ഇറഡ്യൂസിബിൾ ആൽഫ ഓവർ എഫ് എന്നറിയാം അല്ലേ? സോ വാട്ട് ഈസ് ദി ഡിഗ്രി ഓഫ് ദിസ് എക്സ്റ്റൻഷൻ ഓവർ ദിസ്? ദിസ് ഇസ് ഈക്വൽ ടു ഡിഗ്രി ഓഫ് ഇറഡ്യൂസിബിൾ ആൽഫ ഐ ഓവർ എഫ് ഓഫ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ ഐ മൈനസ് 1. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സപ്പോസ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഇറഡ്യൂസിബിൾ ആൽഫ ഐ ഡിഗ്രി ഓഫ് ഇറഡ്യൂസിബിൾ ആൽഫ ഐ ഓവർ ഡിഗ്രി ഓഫ് ഇറഡ്യൂസിബിൾ ആൽഫ ഐ ഓവർ എഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സപ്പോസ് ഇറഡ്യൂസിബിൾ ആൽഫ ഐ ഹാസ് എൻ ഐ ഡിസ്റ്റിങ്ക്റ്റ് സീറോസ്. അപ്പൊ എന്താ എടുത്തത്? നമ്മള് ഡിഗ്രി എടുക്കുന്നില്ല. ഇറഡ്യൂസിബിൾ ആൽഫ ഐ ഓവർ എഫ് എന്ന് പറയുന്നതിന് എത്ര സീറോസ് ഉണ്ടെന്ന് എടുക്കുന്നു? എൻ ഐ ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ഉണ്ടെന്ന് എടുക്കുന്നു. എൻ ഐ ഡിസ്റ്റിങ്ക്റ്റ് സീറോസ്. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പോൾ ഇറഡ്യൂസിബിൾ ആൽഫ ഐ ഓവർ എഫ് ഓഫ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ ഐ മൈനസ് 1, ഈ പോളിനോമിയലിന് എൻ ഐ ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ഉണ്ടെന്ന് എടുക്കുന്നു. കിട്ടിയോ? അപ്പൊ എൻ ഐ ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ഉണ്ടെങ്കിൽ ആൽഫ എന്ന് പറയുന്നത് അതിന്റെ ഒരു സീറോ ആണ്. അതിന് മൊത്തം എൻ ഐ ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ഓവർ എഫ് ക്ലോഷറിൽ അതിനകത്ത് എൻ ഐ ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് വരേണ്ടതെന്ന് വിചാരിക്കുക. നിങ്ങൾക്കറിയാം തൊട്ട് മുൻപ് നമ്മൾ പ്രൂവ് ചെയ്ത റിസൾട്ട് പ്രകാരം ഇറഡ്യൂസിബിൾ പോളിനോമിയലിന്റെ സീറോസിന്റെ എല്ലാം മൾട്ടിപ്ലിസിറ്റി എന്തായിരിക്കും? സെയിം മൾട്ടിപ്ലിസിറ്റി ആയിരിക്കും അല്ലേ? അപ്പൊ നോക്കൂ, ഇതിന് ഞാൻ എത്രയാ പറഞ്ഞു? എൻ ഐ ഡിസ്റ്റിങ്ക്റ്റ് സീറോസിന്റെ എണ്ണം നമ്മളിവിടെ എവിടെയോ അത് നേരത്തെ അപ്ലൈ ചെയ്തൊരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എൻ ഐ ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ഉണ്ട് ഈ ഇറഡ്യൂസിബിൾ പോളിനോമിയലിന്. ഓരോന്നിന്റെയും മൾട്ടിപ്ലിസിറ്റി വി ഐ ആണെന്ന് വിചാരിക്കുക അല്ലെ? അപ്പൊ ഇതിന്റെ ഡിഗ്രി എന്തായിരിക്കും? ഡിഗ്രി എൻ ഐ വി ഐ. എൻ ഐ സീറോസ് ഉണ്ട്, ഓരോന്നും വി ഐ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് സീറോസ് എത്രയായിരിക്കും? എൻ ഐ ഇൻറ്റു വി ഐ. ടോട്ടൽ നമ്പർ ഓഫ് സീറോസും ഡിഗ്രിയും ബന്ധം അറിയാലോ. അപ്പൊ അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എൻ ഐ ഇൻറ്റു വി ഐ അല്ലേ? അപ്പൊ ഡിഗ്രി ഓഫ് എഫ് ഓഫ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ ഐ ഓവർ എഫ് ഓഫ് ദിസ് ഇസ് എൻ ഐ ഇൻറ്റു വി ഐ അല്ലേ?
ഇനി നമുക്ക് ചെയ്യാം, നമ്മൾ ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യണം. ഇൻഡെക്സ് ഓഫ് ഇവിടെ ഡിഗ്രിക്ക് പകരം ഇൻഡെക്സ് എടുക്കുക. ഇൻഡെക്സ് ഓഫ് എഫ് ഓഫ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ ഐ ഓവർ എഫ് ഓഫ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ ഐ മൈനസ് 1 എന്താ വരിക? നമ്മളിപ്പോൾ തൊട്ട് മുൻപ് പറഞ്ഞു. അതെന്താ വരുന്നത്? ഇൻഡെക്സ് ഓഫ് എഫ് ഓഫ് ആൽഫ ഓവർ എഫ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ഓഫ് ഇറഡ്യൂസിബിൾ ആൽഫ ഓവർ എഫ്. സോ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ഓഫ് ഇറഡ്യൂസിബിൾ ആൽഫ ഐ ഓവർ ദിസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു NI ആണ് അല്ലേ? NI ആണ് നമ്പർ ഓഫ് അപ്പൊ ഇതെന്താ? ഈ NI എന്താ? ഇൻഡെക്സ്. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം കേട്ടോ. ഇൻഡെക്സ് ഓഫ് എഫ് ഓഫ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ ഐ ഓവർ എഫ് ഓഫ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ ഐ മൈനസ് 1 ഇൻറ്റു VI വരും. ഇൻറ്റു VI കിട്ടിയോ? അപ്പൊ ടോട്ടൽ ആയിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ വേണ്ടത്? ഇതാണ് നമ്മളുടെ എന്ന് പറയുന്നത്. അപ്പൊ ഡിഗ്രി ഓഫ് ഇ ഓവർ എഫ് നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഓവർ ദിസ് ഇൻറ്റു ദിസ് ഓവർ ദിസ് ഇൻറ്റു അല്ലേ? അപ്പൊ ഡിഗ്രി എന്താ വരിക? ഇതിന്റെ പ്രോഡക്റ്റ് വരും. പ്രോഡക്റ്റ് ഓവർ ഐ NI VI വരും അല്ലേ? പ്രോഡക്റ്റ് ഓവർ ഐ NI VI. അതിൽ പ്രോഡക്റ്റ് ഓവർ ഐ NI എന്ന് പറയുന്നത് എന്താ? പ്രോഡക്റ്റ് ഓവർ ഐ NI എന്താ? ഇൻഡെക്സും ഇതുപോലെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻഡെക്സ് ഓഫ് ഇ ഓവർ എഫ് എന്ന് പറയുന്നത് എന്താ? ഇൻഡെക്സ് ഓഫ് ദിസ് ഓവർ ദിസ് ഇൻറ്റു ദിസ് ഓവർ ദിസ് ഇൻറ്റു അങ്ങനെ പോകും അല്ലേ? അപ്പൊ പ്രോഡക്റ്റ് NI, ഇൻഡെക്സ് ഓഫ് ദിസ് ഓവർ ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആൽഫ N എടുത്തിട്ടുള്ളത് അല്ലേ? അപ്പൊ നമുക്കത് പറയുന്നത് എങ്ങനെ? NN വരും. അതിപ്പോ മാറ്റിയെടുക്കാൻ വേണമെങ്കിൽ ആൽഫ R എടുക്കാം. അപ്പൊ NR വരും അല്ലെ? NR ഇൻറ്റു NR മൈനസ് 1 ഇൻറ്റു അങ്ങനെ വരും. അപ്പൊ അതായത് പ്രോഡക്റ്റ് ഓവർ ഐ NI അതാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അല്ലെ? ഡിഗ്രി ഓഫ് ഇ ഓവർ എഫ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓവർ ഐ NI VI. അതിൽ പ്രോഡക്റ്റ് ഓവർ ഐ NI എന്ന് പറയുന്നത് എന്താ? ഇൻഡെക്സ് അല്ലേ? ഡിഗ്രി ഓഫ് ഇ ഓവർ എഫ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കിട്ടി, ഇങ്ങനെ കിട്ടി. ഇത് ഇൻഡെക്സ്. അപ്പൊ എന്ത് കിട്ടി? ഡിഗ്രി എന്ന് പറയുന്നത് എന്താ? ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് ഇൻഡെക്സ്. ദാറ്റ് മീൻസ് ഇൻഡെക്സ് ഡിവൈഡ്സ് ദി ഡിഗ്രി. അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ.